ഓം സായിറാം. എല്ലാവർക്കും സായി കൃപാവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ദ്വാരകാമയി എന്ന് പറയുന്ന ആ പുണ്യ സ്ഥലത്തെക്കുറിച്ചാണ് കേട്ടോ. കാരണം നമുക്കറിയാം, ബാബ തൻ്റെ ജീവിതത്തിലുടനീളം ഏറ്റവും കൂടുതൽ സമയം ബാബ ചിലവഴിച്ച സ്ഥലമാണ് ദ്വാരകാമയി. എന്നാൽ ദ്വാരകാമയി ആദ്യമൊക്കെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ മസ്ജിദായിരുന്നു. നമ്മൾ സായി സച്ചരിത്രത്തിൽ തന്നെ വായിക്കുന്നുണ്ട്. പൊട്ടിപ്പൊളിഞ്ഞ് ഉപയോഗശൂന്യമായി ആരും അവിടെ ഒന്ന് പോകാൻ പോലും മടിക്കുന്നത്ര ഒട്ടും സൗകര്യമില്ലാത്ത ഒരു സ്ഥലം. പക്ഷേ ആദ്യമൊക്കെ ബാബ ഷിരഡിയിൽ വന്ന സമയത്ത് ഇന്ന് ഗുരുസ്ഥാനം എന്നറിയപ്പെടുന്ന ആ ഒരു വേപ്പുമര ചുവട്ടിലാണ് ബാബ ധ്യാനത്തിലിരിക്കുകയും അവിടെയായിരുന്നു ബാബ സമയം ചിലവഴിച്ചിരുന്നത്. പതിയെ പതിയെ ബാബ അവിടെ നിന്ന് ദ്വാരകാമയി എന്ന മസ്ജിദിലോട്ട്, ആ പള്ളിയിലോട്ട് മാറുകയായിരുന്നു. അപ്പോൾ ഒരു മഴ വന്നാൽ പോലും ചോർന്നൊലിക്കുന്ന ഒരു സ്ഥലം. പക്ഷേ പിന്നീട് പലപ്പോഴായിട്ട് ബാബയുടെ അടുത്ത ഭക്തന്മാർ പോലും ബാബയോട് ആ ഒരു ദ്വാരകാമയിൽ നിന്ന് മാറി കുറച്ചുകൂടെ സൗകര്യമുള്ള മറ്റൊരു സ്ഥലത്തേക്ക് മാറാൻ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ആ ഒരു മസ്ജിദിൻ്റെ കേടുപാടുകൾ തീർക്കാനോ ഒക്കെ ബാബയോട് ചോദിക്കുമ്പോഴും ബാബ അതിനൊന്നും സമ്മതിച്ചിരുന്നില്ല. പക്ഷേ എന്തെങ്കിലും ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് വട്ടം ബാബയോട് അനുവാദം ചോദിച്ചിട്ടും ഒരുപാട് വട്ടം ബാബ സമ്മതിക്കാതിരുന്ന് ഒരുപാട് അപേക്ഷിച്ചുമൊക്കെ ആയിരിക്കാം ചെറിയൊരു എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻസ് ഒക്കെ അവിടെ വരുത്തുന്നത് പോലും. അപ്പോൾ ബാബ അതായിരുന്നു തിരഞ്ഞെടുത്തിരുന്നത്. കാരണം ബാബ അതിൽ വലിയൊരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. കാരണം ആ ഒരു മസ്ജിദിൽ എല്ലാവരും, ദ്വാരകാമയി എന്ന് പറയുന്ന സ്ഥലത്ത് എല്ലാവർക്കും ഒരുപോലെ പ്രവേശനമുണ്ടായിരുന്നു. കാരണം അവിടെ പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ ഉള്ള വ്യത്യാസമില്ല, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് എന്ന വ്യത്യാസമില്ല. അവിടെ ബാബയെ കാണാൻ ആരാഗ്രഹിക്കുന്നുവോ, ബാബയെ ആരെ തിരഞ്ഞെടുക്കുന്നുവോ അവർക്ക് എല്ലാവർക്കും അവിടെ ഒരുപോലെ വരാം. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള സ്വീകരണമായിരുന്നു ലഭിച്ചിരുന്നത്. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള പരിഗണനയായിരുന്നു അവിടെ ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ബാബയെ കാണണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ബാബ തന്നോടൊപ്പം നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഭക്തന്മാർക്കും അവിടെ വരാൻ യാതൊരുവിധ മടിയും പേടിയും ഭയവും ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ തന്നെ ബാബ ദ്വാരകാമയിൽ ഇരിക്കുന്ന സമയത്ത് അവിടെയായിരുന്നു ബാബ എല്ലാ ഭക്തർക്കുമുള്ള ഉപദേശങ്ങൾ നൽകിയിരുന്നതും തീരാ ദുഃഖമായിട്ട് വരുന്നവരുടെ എല്ലാ പ്രോബ്ലംസും പരിഹരിച്ചിരുന്നതും. നമ്മൾ സച്ചരിത്രത്തിൽ തന്നെ വായിക്കുന്നുണ്ട്, രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ വന്നിട്ടുണ്ട് അവിടെ, ഒരുപാട് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നവർ, അങ്ങനെ പല രീതിയിൽ പല പ്രശ്നങ്ങളുമായിട്ടും വന്നവർ ദ്വാരകാമയിൽ നിന്നും പോകുന്ന സമയത്ത് അവരുടെ എല്ലാ സങ്കടങ്ങൾക്കുമുള്ള പരിഹാരവുമായിട്ടായിരുന്നു ദ്വാരകാമയിൽ നിന്നും പോയിരുന്നത്. അതുപോലെ തന്നെ ബാബ എപ്പോഴും അവിടെ ഇരുന്ന് പറയുന്ന ഒരേ ഒരു വാക്ക് സബ്കാ മാലിക് ഏക് ഹേ, എല്ലാവരുടെയും ഈശ്വരൻ ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ലോകത്ത് എല്ലാത്തിൻ്റെ ഉടമയും ഈശ്വരൻ മാത്രമാണെന്നാണ് ബാബ എപ്പോഴും പറയാറുള്ളത്. ബാബ ഒരിക്കൽ പോലും തന്നെ ഒരു ദൈവമായി ആരാധിക്കണമെന്നോ തന്നെ ഒരു ദൈവമായി കണ്ട് അങ്ങനെയുള്ള പരിഗണനകൾ എനിക്ക് നൽകണമെന്നോ ഒരിക്കലും ബാബ പറഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, ബാബ ഡെയിലി ഭിക്ഷ യാചിച്ചായിരുന്നു ബാബയുടെ ഓരോ കാര്യങ്ങളും നിറവേറ്റിയിരുന്നത്. ഒരിക്കൽ പോലും ബാബയ്ക്ക് വേണമെങ്കിൽ ബാബയുടെ എല്ലാ കാര്യങ്ങളും ബാബ ആഗ്രഹിക്കുന്ന രീതിയിൽ നടത്തി കൊടുക്കാനുള്ള ഭക്തന്മാരും അതിന് കഴിവുള്ള ഭക്തന്മാരും ബാബയോടൊപ്പം ഉണ്ടായിരുന്നിട്ടും ഒരിക്കൽ പോലും ആ ഒരു സൗകര്യങ്ങളും ബാബ സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ആരെങ്കിലും ബാബ ചോദിക്കാതെ ഒരു ദക്ഷിണ കൊടുത്താൽ പോലും ബാബ അത് സ്വീകരിച്ചിരുന്നില്ല. ബാബയ്ക്ക് ആവശ്യം എന്തായിരുന്നു അത് മാത്രമായിരുന്നു ബാബ സ്വീകരിച്ചിരുന്നത്. അതുപോലെ തന്നെ ദ്വാരകാമയിയെ ബാബ വിശേഷിപ്പിച്ചിരുന്നത് ഒരു അമ്മയെ പോലെയായിരുന്നു. കാരണം ബാബ എപ്പോഴും പറയാറുണ്ടായിരുന്നു, ഈ ദ്വാരകാമയി എന്ന അമ്മ തൻ്റെ എല്ലാ മക്കളെയും സംരക്ഷിക്കും. അവിടെ എത്തുന്ന എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഈ അമ്മ നിറവേറ്റും. എല്ലാ മക്കളെയും ആ അമ്മ ഒരുപോലെ കാണും, എല്ലാ മക്കളെയും ഒരുപോലെ സംരക്ഷിക്കുമെന്ന് എപ്പോഴും ബാബ പറയാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദ്വാരകാമയി എന്ന് വിശേഷിപ്പിക്കുന്ന സമയത്ത് നമ്മളും ബാബയോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും, ഒരു ദിവസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ബാബയോട് പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ ജീവിതത്തിലും ദ്വാരകാമയിൽ എന്ന പോലെ ബാബ എൻ്റെ ജീവിതത്തിലും നിറഞ്ഞു നിൽക്കണമേ എന്ന് നമ്മൾ സദാ പ്രാർത്ഥിക്കണം. കാരണം ബാബ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചിരുന്നത് ദ്വാരകാമയിലായിരുന്നു അല്ലേ. നമ്മുടെ മനസ്സും ഒരു ദ്വാരകാമയിയെ പോലെ കണക്കാക്കി ബാബ എന്നും നമ്മുടെ ജീവിതത്തിലും നിറഞ്ഞു നിൽക്കണമേ എന്ന് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം ബാബയോട്. ബാബ എൻ്റെ ജീവിതത്തിൽ ദ്വാരകാമയിൽ എന്ന പോലെ ബാബ നിറഞ്ഞു നിൽക്കണമേ. ആ പ്രാർത്ഥനയിലപ്പുറം മറ്റൊന്നുമില്ല. കാരണം ആത്മാർത്ഥമായിട്ട് ബാബ എപ്പോഴും പറയാറുണ്ട്, ആത്മാർത്ഥമായ പ്രാർത്ഥനകളും ന്യായമായ ആവശ്യങ്ങളും നിങ്ങൾക്ക് എന്നും ഞാൻ നിറവേറ്റി തരുമെന്നല്ലേ. അപ്പോൾ നമ്മുടെ ആ ഒരു ആത്മാർത്ഥമായ
ഭക്തിയും നമ്മുടെ ന്യായമായ ആവശ്യങ്ങളും, അതിപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളായാലും നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങളായാലും എന്തു തന്നെയായാലും ന്യായമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ആത്മാർത്ഥതയോടെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ബാബ അവിടെ ഉണ്ടാകും എന്ന് നമ്മൾ ഉറച്ചങ്ങ് വിശ്വസിക്കുക. അതുപോലെ മുൻപ് ബാബ ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെയാണോ ദ്വാരകാമയിൽ പോകുന്നവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത്, ഇന്നും അതിൽ ഒരു മാറ്റവുമില്ല. ഇന്നും ദ്വാരകാമയിൽ ധാരാളം അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. ബാബയുടെ സാന്നിധ്യം ദ്വാരകാമയിൽ കാണുന്നവരുണ്ട്, ബാബയുടെ രൂപം കാണുന്നവരുണ്ട്, ബാബയുടെ ഒരു കരുതൽ അറിയുന്നവരുണ്ട്. ദ്വാരകാമയി എന്ന് വിശേഷിപ്പിക്കുമ്പോൾ എപ്പോഴും ഒരമ്മയുടെ സാമീപ്യവും സംരക്ഷണയും, അതുപോലെ തന്നെ ഒരമ്മ തൻ്റെ കുഞ്ഞിൻ്റെ പ്രോബ്ലംസ് എങ്ങനെയാണോ കണ്ടറിഞ്ഞ് അതിന് പരിഹാരം നൽകുന്നത്, അതേ രീതിയിലാണ് ഇന്നും ദ്വാരകാമയി ബാബയുടെ സാന്നിധ്യവും. അതുകൊണ്ട് എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് ബാബ ദ്വാരകാമയിൽ എങ്ങനെയാണോ ബാബയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത്, അതേ സാന്നിധ്യം എൻ്റെ ജീവിതത്തിലെ സുഖത്തിലും ദുഃഖത്തിലും ഉണ്ടാകണമേ എന്ന് എപ്പോഴും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയിൽ എപ്പോഴും ബാബ നമ്മോടൊപ്പവും നമ്മുടെ കുടുംബത്തിനോടൊപ്പവും നമ്മുടെ വരും തലമുറകളോടൊപ്പവും ബാബ ഉണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുക കേട്ടോ. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ബാബയുടെ എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ. ഓം സായിറാം.